അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു സിനിമയുടെ വിശേഷം പറയാൻ പോകുന്നു. പുതിയ വരുന്നൊരു സിനിമ. ആരുടെ സിനിമ എന്നറിയോ? ലാലേട്ടന്റെ സിനിമ. ആരാ പിന്നെ പ്രൊഡ്യൂസർ എന്നറിയോ? ആഷിഖ് ഉസ്മാന്റെ നിർമ്മാണത്തില് ലാലേട്ടനും ചേർന്നുകൊണ്ടൊരു പുതിയ സിനിമ വരുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? പോലീസ് വേഷത്തില്ലേ ലാലേട്ടൻ. അതെ അതെ അതെ, കുറേ കാലത്തിന് ശേഷം പോലീസ് വേഷത്തിലാണ്. എനിക്ക് തോന്നുന്നു പിന്നെ ഒന്ന് രണ്ട് സിനിമകൾ കുറെ മുമ്പ് വന്നിട്ടുണ്ട്, ബാബാ കല്യാണി പോലെ. അതിനുശേഷം വില്ലനൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ വില്ലനിൽ എന്താ പ്രശ്നം പറ്റിയേ? നമ്മുടെ പോലീസിന്റെ വേഷമല്ല, ഓഫീസർ ആയിട്ടാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ആ ഗെറ്റപ്പ്, കോസ്റ്റ്യൂമില്ല, ആ ഗെറ്റപ്പില് കിട്ടുന്നുണ്ടായിരുന്നില്ല. ലാലേട്ടൻ പോലീസ് വേഷം ചെയ്താലും ഗംഭീരാണ്. അതെ, ഇനി പോലീസിനെ വെട്ടിക്കുന്ന തോൽപ്പിക്കുന്ന വേഷമല്ലേ. ഇപ്പൊ ദൃശ്യം, തുടരും, ഇങ്ങനത്തെ സിനിമയിൽ പോലീസിനെ കബളിപ്പിക്കുകയാണെങ്കിലും ലാലേട്ടൻ കിട്ടുക. ഇനി പോലീസായിട്ട് വില്ലനെ പിടിക്കുകയാണെങ്കിലോ അതും കിടക്കാച്ചിയാണ്. ബാബാ കല്യാണിയൊക്കെ, പിന്നെ പഴയ കുറേ നല്ല സിനിമകളിൽ ലാലേട്ടൻ്റെ. ഇതിന് L365 എന്നാണ് ഇപ്പൊ പേരിട്ടിരിക്കുന്നത്. കാരണം ലാലേട്ടന്റെ സിനിമകൾക്ക് അങ്ങനെയുണ്ട്, പേര് കിട്ടിയിട്ടില്ലെങ്കിൽ, പുതിയ പേര് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്പർ കൊടുക്കും. ഈ നമ്പർ എന്താ? ലാലേട്ടൻ അഭിനയിച്ച സിനിമയുടെ ലാസ്റ്റ് ഇപ്പൊ ഇനി വരാൻ പോകുന്ന പ്രൊജക്ട് 365. തുടരും എത്രയായിരുന്നു അറിയോ? 360 സിനിമയായിരുന്നു. തുടരിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നവരെ തുടരുന്നുള്ള പേരില്ല, L360 എന്നായിരുന്നു. അപ്പൊ ആഷിഖ് ഉസ്മാൻ അറിയില്ലേ? ഏതൊക്കെ സിനിമ? നല്ല സിനിമ. തല്ലുമാല, അഡിഗോസ്, അമിഗോസ്, പിന്നെ വേറെ ഉണ്ട് അള്ളു രാമേന്ദ്രൻ. അങ്ങനെ കുറെ സിനിമകള് ചെയ്തിട്ടുള്ള ഒരാളാണ് ആഷിഖ് ഉസ്മാൻ. ഇപ്പൊ ഏറ്റവും അടുത്ത് 2025 ബ്രൊമാൻസ് ആഷിഖ് ഉസ്മാന്റെ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു ബ്രൊമാൻസിന് ശേഷം വരുന്ന സിനിമയാണ് ലാലേട്ടന്റെ സിനിമ. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് അല്ലേ? ലാലേട്ടന്റെ സിനിമയാകുമ്പോ ഒന്നും കൂടി വെയിറ്റിംഗ്.